ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഊമറാക്സിൻ്റെ ജർമ്മൻ മെയ്ഡായിട്ടുള്ള വോൾട്ടസ് CP88 എന്ന് പറഞ്ഞിട്ടൊരു ഗണ്ണാണ്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ ബോക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ടാണ് ഇത് നല്ല ഇതായിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബോക്സാണിത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ആ ബോക്സിനകത്തുള്ളതെന്ന്. അപ്പം നമുക്ക് ഈ തുറക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് പെല്ലറ്റിൻ്റെ ഒരു ബോക്സും പിന്നെ റോട്ടറി മാഗസിൻ്റെ ചെറിയ 2 മാഗസിൻ ഇതാണ്. പിന്നെ CO2 ഉണ്ട്, പിന്നെ ഗണ്ണും, പിന്നെ ഒരു ചെറിയ മാനുവലും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ആദ്യമേ തന്നെ മാനുവൽ എടുത്തിട്ട് അത് എല്ലാവരും തന്നെ ഒന്ന് ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എങ്ങനെയാണ് അതെങ്ങനെ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പെല്ലറ്റ്സ് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഇടുന്നത്, CO2 എങ്ങനെയാണ് നിറയ്ക്കുന്നത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ച് എങ്ങനെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എല്ലാം ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് CO2 കാട്രിഡ്ജ് ആണ്. ഇത് നമുക്ക് ഗണ്ണ് ഷൂട്ട് ചെയ്യുമ്പോൾ അത് ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പിന്നീട് കാണിച്ചു തരാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് 2 റോട്ടറി മാഗസിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓരോ മാഗസിനിലും 8 പല്ലറ്റ് വെച്ച് നിറയ്ക്കാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം, നിറയ്ക്കുന്നത് തന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതെങ്ങനെയാണ് ലോക്ക് ചെയ്തിടേണ്ടതും എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് എലാങ്കിയാണ് വരുന്നത്. എലാങ്കി അതിൻ്റെ മുകളിൽ നമ്മൾ ആ വിഷ്വൽസ് എങ്ങനെ കറക്റ്റായിട്ട് എയിം ചെയ്യുന്ന ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇതാണത്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് പല്ലറ്റ്സ് ഒന്ന് കാണാം. .177 കാലിബർ പല്ലറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ ഗണ്ണിന് നമുക്ക് ആ പല്ലറ്റ്സ് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഫൈനലി നമ്മുടെ ഗണ്ണാണ് നമുക്ക് നോക്കാനുള്ളത്. മാറ്റ് ബ്ലാക്ക് ഫിനിഷോട് കൂടി ഏകദേശം ഒരു 1 കിലോഗ്രാം അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് മെറ്റലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫുള്ള് നല്ല ബോഡി ആയിട്ടുള്ള ഒറിജിനൽ P88 എന്ന് പറഞ്ഞ ഗണ്ണിൻ്റെ ഒരു സെയിം മോഡലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ജർമ്മൻ മെയ്ഡ് ആയതുകൊണ്ടായിരിക്കാം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന്. നല്ല ഡ്രസ്സുണ്ട്, നല്ല ഹാൻഡിയാണ്, നല്ല ഇതായിട്ടാണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സവിശേഷത എടുത്ത് പറയേണ്ടത് സിംഗിൾ ആക്ഷൻ കൂടെ ഇതിലൂടെ ആഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നന്നായിട്ട് എയിം ചെയ്ത് നന്നായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നല്ല ആക്യുറസി കിട്ടും. നമ്മുടെ എയിം ചെയ്യുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് കൊള്ളാനുള്ള ചാൻസസ് ഏറെയാണ് ഇത് വെച്ച് സിംഗിൾ ആക്ഷൻ വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലാങ്കി നമ്മുടെ ഇവിടെ വിഷ്വൽസ് അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്കത് അവിടെ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ ഒരു പോരായ്മ ഇതിൻ്റെ അത് കാണുന്നുണ്ട്. സോ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാനായിട്ടൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ പല വശങ്ങളിൽ നിന്ന് നോക്കുമ്പം ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ റോട്ടറി മാഗസിനൊക്കെ ആണെങ്കിലും അത് എങ്ങനെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു ലോക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഇത് ചെറുതായിട്ട് താഴോട്ടൊന്ന് പുള്ള് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ട് വരും. ഇത് ഓപ്പണായി വന്നു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്താണ് ഈ റോട്ടറി മാഗസിൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് പല്ലറ്റ്സ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ പല്ലറ്റ്സ് ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്റ്റാർ പോലിരിക്കുന്ന ഈ സ്ഥലമില്ലേ, ഈ സ്റ്റാർ പോലിരിക്കുന്ന ഈ സ്ഥലത്തിന് നമ്മൾ ആ പല്ലറ്റ്സ് അത് കയറ്റി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. ആ സ്റ്റാർ പോലിരിക്കുന്ന സ്ഥലത്ത് അവിടെയാണ് നമ്മൾ പല്ലറ്റ് കയറ്റി വെക്കേണ്ടത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. വെളിയിലായിട്ട് ഒരു ഭാഗം പോലും കാണാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മൾ ഫുള്ള് അത് 8 പല്ലറ്റ്സ് നമ്മളത് റൗണ്ട് ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാം കറക്റ്റായിട്ടാണോ പല്ലറ്റ്സ് എല്ലാം കയറിയിരിക്കുന്നതെന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഗണ്ണ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ലോട്ടിലോട്ട് നമ്മളൊന്ന് ഇറക്കി വെക്കുക. ആ സ്റ്റാർ വരുന്ന ഭാഗമാണ് നമ്മുടെ ബാക്ക് സൈഡായിട്ട് നമ്മൾ കാണേണ്ടത്. നമ്മളത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളെപ്പോഴും പല്ലറ്റ്സിൻ്റെ ആ മാഗസിൻ റോട്ടറി മാഗസിൻ വെക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. അത് ഒരിക്കലും നമ്മൾ ചെരിച്ച് ഒരു സൈഡിലോട്ട് ചെരിച്ച് അപ്പുറ സൈഡിലോട്ട് ചെരിച്ച് വെക്കരുത്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ലോക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ലോക്ക് ആവും. ഇല്ലെങ്കിൽ ചെരിച്ച് വെച്ച് ലോക്ക് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ലോക്കിന് കംപ്ലയിൻ്റ് ആകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് എപ്പോഴും ലോക്ക് ചെയ്തിട്ട് വേണം ഗണ്ണ് എപ്പോഴും വെക്കാനായിട്ട്. നമ്മൾ ലോഡ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ലോക്ക് ചെയ്ത് വേണം ഗണ്ണ് വെക്കാനായിട്ട്. ഇപ്പോൾ 2 സൈഡ് നമുക്ക് കാണാം. ഒരു സൈഡിൽ തന്നെ താത്താൽ മതി, 2 സൈഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതായിക്കോളും, അത് സെറ്റ് ആയിക്കോളും, അത് ലോക്കായിക്കോളും. ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സേഫ്റ്റി മോഡിലാണ്. അപ്പോൾ പിന്നെ നമുക്ക് CO2 ആണ് ഇനി അടുത്ത് നിറയ്ക്കാനുള്ളത്. CO2 നമുക്ക് അതിൻ്റെ അകത്ത് കയറ്റി ഫില്ല് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഈ ചെറിയ ബട്ടണുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യണം. അത് മേലോട്ട് നന്നായിട്ട് പുഷ് ചെയ്യണം. നന്നായിട്ട് പുഷ് ചെയ്താലോ അത് പൊങ്ങി വരത്തുള്ളൂ. നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് പുഷ് ചെയ്യണം.
പുഷ് ചെയ്യുമ്പം അതിങ്ങനെ ഇതിങ്ങ് പോരും. അതിൻ്റെ ആ 2 ക്ലാമ്പ് അതിൻ്റെ അകത്ത് വിട്ടു പോരുന്നതാണ്. അപ്പോൾ നല്ല ലോക്കിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ അതിപ്പോൾ കാണാതെ പ്രസ് ചെയ്ത് കഴിയുമ്പം അതിങ്ങ് ഊരി പോരും. അത് കഴിഞ്ഞ് നമ്മൾ CO2 അതിൻ്റെ അകത്ത് കയറ്റി വെക്കുക. അത് കഴിഞ്ഞ് താഴെ ഒരു ചെറിയൊരു റൗണ്ട് പോലത്തെ അതിൻ്റെ അകത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മളത് അനങ്ങുന്നുണ്ടോ എന്ന് പോലും നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് നന്നായിട്ടത് കയറ്റി ലോക്ക് ചെയ്ത് വെക്കണം. CO2 ഇട്ടതിന് ശേഷം നന്നായിട്ട് ലോക്ക് ചെയ്യുന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളത് ലോക്കിംഗ് സിസ്റ്റം അത് കറക്റ്റായിട്ട് ലോക്കായിട്ടുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ CO2-ൻ്റെ താഴെ ഒരു നോബ് കാണാം. അതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അത് ലോക്ക് ചെയ്യണം. ഒറ്റയടിക്ക് ലോക്ക് ചെയ്യുമ്പം CO2 ഇപ്പോൾ ഓപ്പണാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അത് ഷൂട്ട് ചെയ്യാം. അപ്പം നമ്മൾ ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ലോക്കിംഗ് സിസ്റ്റം ഉള്ളപ്പം ഇപ്പം നമ്മളൊന്ന് ലോക്കിംഗ് സിസ്റ്റം ആയിരിക്കുമ്പോൾ നമ്മളൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ അത് ഷൂട്ടാകില്ല. അതിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഷൂട്ടാകില്ല. ഇപ്പോൾ ലോക്കിംഗ് സിസ്റ്റം ഓഫായിട്ടാണ് കിടക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്യാം. പിന്നെ നല്ല ഹാൻഡിയാണ്, നല്ലൊരു പിടിക്കാനൊക്കെ നല്ലൊരു ഇതാണ്. നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെയാണല്ലോ നമ്മൾ റിയൽ ഗണ്ണ് പോലെ ഫീൽ ചെയ്തിരിക്കും. നമ്മൾ ഇന്ന് ഈ ഒരു 3 കുപ്പിയും പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലൂടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം നിറച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വെള്ളം നിറയ്ക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യമേ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പവർ എന്തോരമുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ വോൾട്ടർ CP88-ൻ്റെ പവർ എന്തോരമുണ്ടെന്ന് നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യമേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യമേ നമ്മൾ ഇതിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യുക. ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പല്ലറ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. ഈ പല്ലറ്റിന് ഇവിടെ ഇതുണ്ട്, ഒരു സ്റ്റാർ പോലെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, സ്റ്റാർ പോലെ. ഈ സൈഡാണ് ഇവിടെ ഫസ്റ്റ് ഇറങ്ങിയിരിക്കേണ്ടത്. അത് കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുമ്പം ഗൺ എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. എന്നാലേ ഉള്ളൂ അതിൻ്റെ ആ കറക്റ്റ് ആ ലോക്കിൽ അത് വീഴത്തുള്ളൂ. ഗണ്ണ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറക്റ്റായിട്ട് ലോക്കായിട്ടുണ്ട്, കാണാം, ലോക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ CO2 നമ്മൾ നിറയ്ക്കാൻ പോവാണ്. CO2 നിറയ്ക്കാണ്ട് നമ്മൾ ഈ താഴെയുള്ള സ്വിച്ചിലാണ് നമ്മൾ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇത് ഓപ്പണായിട്ട് വരും. നമുക്ക് പിന്നെ CO2 എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ടൈറ്റ് ചെയ്യുക. ഇതുകൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് മേലോട്ട് ടൈറ്റ് ചെയ്ത് കയറ്റുക. ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അനങ്ങുന്നുണ്ടെന്ന് നോക്കണം. ഇത് അനങ്ങുന്നില്ല നമ്മൾ ഉറപ്പ് വരുത്തണം. അതുപോലെ നല്ലതായിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതൊന്ന് ചടക്കണം, നമ്മൾ ലോക്ക് ചെയ്യണം. സംഭവം ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇത് പ്രസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ബട്ടൺ നമ്മൾ എപ്പോഴും താഴോട്ട് വെച്ച് സേഫ്റ്റി മോഡിലാക്കിയിട്ട് അതിന് ശേഷം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് സേഫ്റ്റി മോഡിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് പ്രസ് ചെയ്യാവുള്ളൂ. ഞാനിത് പ്രസ് ചെയ്യാം. ഇതിപ്പം റെഡി ടു ഫയർ ആണ്. അപ്പം നമുക്കത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആകത്തില്ല, കാരണം സേഫ്റ്റി ലോക്കിലാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 20 ഫീറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു 20 ഫീറ്റ്, ഇവിടുന്ന് അവിടം വരെ ഒരു ഡിസ്റ്റൻസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്യുറസിയും കാര്യങ്ങളും എല്ലാം നല്ല കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എന്തോരം ആക്യുറാണ്, എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, കറക്റ്റാണെന്ന് പറയുന്നത്. അതിന് നമുക്ക് സുനിലിനെ വിളിക്കാം, അവൻ ഷൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുള്ള ഷൂട്ട് ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നു. ഇനി നമുക്ക് ബിയർ ബോട്ടിലൊന്ന് വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എൻ്റെ ചാൻസാണ്. അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലെന്ന്. അങ്ങനെ സെറ്റ് ലുക്ക് മാറി സിംഗിളാക്കി
അപ്പം എൻ്റെ ഷൂട്ടിലൊരു ബോട്ടിൽ പൊട്ടിയിരിക്കുകയാണ്. നമുക്ക് കാണാം, ഇതിപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ തിരിച്ചു വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന ആക്യുറസി ടെസ്റ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു 10 ഫീറ്റ് മാറി നിന്നിട്ടാണ് നമ്മൾ എല്ലാവരും തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഒരാൾക്ക് 3 റൗണ്ട് ഷൂട്ടാണുള്ളത്. അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈവൻ നമ്മൾ തോക്ക് ഉപയോഗിക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും നല്ല ആക്യുറായിട്ട് നല്ല എയിം ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഗണ്ണുമായിട്ട്. ഇത് ഓർക്കണം, 10 ഫീറ്റ് മാറി നിന്ന് ഫ്രീ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും കറക്റ്റ് ആ പൊസിഷനിൽ കൊള്ളാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഒരു ആക്യുറസിയും എയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതിനുള്ളിൽ കൂടെ കയറിപ്പോയ കുറച്ച് ബുള്ളറ്റ്സ് നമ്മുടെ ബാക്കിൽ സപ്പോർട്ട് വെച്ചിരുന്ന സ്റ്റീൽ ഷീറ്റിൻ്റെ അകത്ത് ഇടിച്ചൊരു ഇതാണ് കാണുന്നത്. നല്ല പവറുള്ളൊരു CO2 ഗണ്ണാണെന്നുള്ളത് ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അറിയേണ്ടത് ഇത് എവിടെ നിന്നാണ് മേടിക്കാൻ പറ്റുന്നത്, അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതുപോലെ എത്ര രൂപയാകും ഇതിന് മേടിക്കാനായിട്ട്, എത്ര രൂപയാകും, ഈ ഡീറ്റെയിൽസാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് സുനിലിനോട് ചോദിക്കാം അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പം സുനിൽ, ഇത് എവിടെ നിന്നാണ് നമുക്കിത് മേടിക്കാൻ പറ്റും? ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഒരാൾക്ക് പോയി മേടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈസൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിന് വേണോ? അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ വാങ്ങിച്ചതെന്ന് പറയുന്ന കൊച്ചിയിൽ നിന്നാണ് വാങ്ങിച്ചത്. കൊച്ചിയിൽ നിന്ന്. ഓക്കെ. അപ്പം ഞാൻ കൊടുത്തത് എൻ്റെ പാൻ കാർഡ് കൊടുത്തു, പിന്നെ എൻ്റെ ഏതൊരു ID മതി, ആധാർ കാർഡോ ലൈസൻസോ, 2 ID നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ. നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ട 2 ID ആണ്. ഒന്ന് പാൻ കാർഡ് മസ്റ്റായിട്ട് അവർ ചോദിക്കും, പിന്നെ ഏതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ആധാർ കാർഡ് എന്തെങ്കിലും ഒരെണ്ണമാണ് അവർ മേടിക്കുന്നത്. പിന്നെ നമുക്കിതിന് ലൈസൻസ് കാര്യങ്ങളൊന്നും തന്നെ വേണ്ടല്ലേ? ലൈസൻസ് വേണ്ട. പക്ഷെ നമ്മുടെ ഗണ്ണ് നമ്മളാണ് മേടിക്കുന്നത് ഒരു ഉറപ്പ് വരുത്താണ്ട് ഒരു നമ്പറും കാര്യങ്ങളെല്ലാം അവർ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മേടിക്കുന്ന സ്ഥലം കൊച്ചി എന്നല്ലേ? കൊച്ചി. അത് 2-3 സ്ഥലമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത്, കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ ഷോപ്പിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഡിസ്ക്രിപ്ഷൻ പോയിട്ട് അവരെ ബന്ധപ്പെട്ടാൽ മതിയായിരിക്കും. അവരതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരുന്നതാണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 35,000 രൂപ വരും. ഒരു 8-9 മാസം മുന്നേ ഉള്ള പ്രൈസാണ്. അപ്പം ഇപ്പം അതിൻ്റെ വേരിയേഷൻ ഉണ്ടായി കാണും. അന്ന് ഞങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞായിരുന്നു ഇതിൻ്റെ വേരിയേഷൻ ഉണ്ടാവും, പ്രൈസ് കൂടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കും. ഇപ്പോൾ ഇത്രയും പ്രൈസ് റേഞ്ച് വരാൻ കാരണം ഇത് ഫുള്ള് മെറ്റൽ ബോഡിയാണ്. ഈ ഒരു പോർഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം മെറ്റൽ ബോഡിയാണ്. അതാണ് ഇത്രയും പ്രൈസ് റേഞ്ച് വരാൻ കാരണം. ഇതിൻ്റെ എനിക്കൊരു അവയർനെസ് തരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ക്ലോസ് റേഞ്ചിൽ ഡേഞ്ചർ ഗണ്ണാണ്. ഈ ഗണ്ണ് മാത്രമല്ല, ഇതുപോലുള്ള ഈ റേഞ്ചിലുള്ള എല്ലാ എയർ ഗണ്ണും ഡേഞ്ചറാണ്. അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന തോക്ക് ജോജിയിൽ കാണുന്ന തോക്കാണ്. ആ ഒരു തോക്ക് എന്ന് പറഞ്ഞാൽ CO2 ഇല്ലാത്ത ഒരു ഗണ്ണാണത്. CO2 ഇല്ല, 1 ടൈം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന, അറ്റ് ടൈം ഒരു ഷൂട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഗണ്ണാണിത്. ഈ തോക്കിൻ്റെ സ്പ്രിങ് വഴിയാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. പക്ഷേ ഈ തോക്കിൻ്റെതിനേക്കാളും CO2 ഫില്ല് ചെയ്തിട്ടുള്ള ഈ ഗണ്ണാകുമ്പം ഇതിന് നല്ല പവറായിരിക്കും, അതുപോലെ തന്നെ കൂടുതൽ ഡേഞ്ചറുമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇത് മേടിക്കുന്നതിന് മുന്നേ വളരെ ആലോചിച്ചിട്ട് വളരെ ഇതായിട്ട് സേഫായിട്ട് വേണം ഇത് ഉപയോഗിക്കാനും കാര്യങ്ങളും. ഇത്രയും നേരം വീഡിയോ ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇനിയിപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.